തനിക്ക് എന്ത് പറ്റിയടോ? ഈ വീട്ടിലൊക്കെ മുണ്ടെടുത്തോണ്ട് വിശ്വാസം എങ്ങനെ നടക്കും? ഊറിഞ്ഞ് കളയും. വാ വാ കേറി വാ. നിക്ക്, മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. അസല് തവളക്ക് വെയിറ്റ് അടിച്ച മാതിരി ഇല്ലേ? ഉർവശി ശാപം ഉപകാരായെന്ന് പറഞ്ഞ പോലായി. നീ ഇതൊക്കെ ഇട്ടൊന്ന് പരിശീലിക്കണം. അമേരിക്കയിൽ ചെല്ലുമ്പോ വിഷമം ഉണ്ടാവില്ല. നമ്മൾക്ക് നല്ല പോലെ ചേർന്നുണ്ട്. പിന്നെ ഒരു വാലും ഗതയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഹനുമാൻ ലങ്ക ചാടിയ പോലെ ഇവിടെ നിന്ന് നിനക്ക് അമേരിക്കയിലേക്ക് ചാടായിരുന്നു. കുഞ്ഞുണ്ണി അങ്കിൾ, നമുക്ക് ഗായത്രി ആന്റിയുടെ വീട് വരെ ഒന്ന് പോവാം. രാജിക്കുഞ്ഞ് വന്ന വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിങ്ങോട്ട് വരും. ഇങ്ങോട്ട് എത്തും മുമ്പ് അങ്ങോട്ട് എത്തണം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. പക്ഷേ ഗതാഗതം എന്റെ വകുപ്പ് പെടില്ല. ഹായ് കടുക്കൻ, എന്താ ഇത്? ബോറാണോ? നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട്. നല്ലതാണ് അല്ലേ? നമ്മളോട് വഴക്കൊന്നുമില്ലല്ലോ. ഒരു വഴക്കുമില്ല. നമുക്ക് അക്കരയ്ക്ക് പോവാം. അകത്ത് പണിയുണ്ട്. കൂടെ വരെ പേടിച്ചിട്ടോ? പേടിയൊന്നുമില്ല. അകത്ത് വരെ പണിയുണ്ട്, അതാണ്. അല്ല ചതിക്കല്ല മോളെ. സൈറ 3 അടിച്ചിട്ട് ഇതുവരെ നാസ്താക്കിയിട്ടില്ല. നാസ്തയോ? അതെ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ഇഡ്ഡലി തന്നെ തിന്നണമെന്ന് നിർബന്ധമുണ്ടോ? എന്നൊന്നുമില്ല. കാപ്പി ഞാൻ വാങ്ങിച്ചു തരാം, വാ. അല്ല അത് പിന്നെ മുത്തച്ഛനോട് ഞാൻ അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടാക്ക് സ്റ്റാർട്ടാക്ക്. സ്റ്റാർട്ടാക്കാം. ഒരൊറ്റ മിനിറ്റ്, ഇതെപ്പ വരാം. പടച്ചോനെ പറ്റിച്ചോ മോളെ. മോളെ സാഹിബ് വരണേ. നിക്ക് മോളെ. മോളെ സാഹിബ് എവിടെ വേണമെങ്കിലും കൊണ്ടാക്കി തരാ. സാഹിബാണ് പറഞ്ഞേ, ചതിക്കല്ല. വാ മോളെ. തന്നെ ഏൽപ്പിച്ച മുതൽ സൂക്ഷിക്കേണ്ടത് തന്റെ ചുമതലയല്ലേ? അതെ. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആര് സമാധാനം പറയും? ബോട്ട് എടുത്തോണ്ട് പോയി കളിയുന്ന സ്വപ്നത്തിൽ പോലും കരുതിയല്ല. താൻ എന്തിനാ ബോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നേ? അങ്ങേ കണ്ട് അനുവാദം ചോദിക്കാൻ വേണ്ടി. ഇനിയിപ്പോ ഓരോ ന്യായങ്ങൾ കണ്ടുപിടിച്ചോളും. പേടിയില്ലാഞ്ഞിട്ടാ. എന്റെ അനുവാദമില്ലാതെ ഇയാൾക്ക് പച്ച വെള്ളം കൊടുത്തു പോകരുത്. അവിടെ ഇരുന്നോ. ഇരിക്കാൻ. ഉത്തരവാദിത്വം ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല. ബോട്ട് വടക്കിടത്ത് കടവിലുണ്ട്. പടച്ചോൻ കാത്ത്. ഇനി എണീക്കാലോ ഇല്ലേ? വേണ്ട, പട്ടിണി ഇരിക്കണം. അപ്പോഴേ പഠിക്കൂ. ദേവു, എനിക്ക് ഭക്ഷണം വിളമ്പൂ. നമ്മൾക്കും വിശപ്പെന്ന് പറഞ്ഞാൽ എന്താണ് വിശപ്പ്? വിശപ്പില്ലെങ്കിൽ പട്ടിണി ഇറക്കാൻ എളുപ്പമാണ്. എന്റെ മോളെ, എന്ത് പണിയാ നീ കാണിച്ചേ? ഞങ്ങളൊക്കെ എത്ര പേടിച്ചെന്നറിയോ? എന്തിനാ പേടിക്കണേ? എനിക്ക് ഒന്നാം തരമായിട്ട് ബോട്ട് ഓടിക്കാൻ അറിയാം. എന്നാലും ഒറ്റയ്ക്ക് കരീം സാഹിബിനെ കൂട്ടി പോകായിരുന്നില്ലേ? ദേ, മുത്തച്ഛൻ ആകെ കലിയോണ്ടിരിക്കുക. മുത്തച്ഛൻ വല്ലതും പറഞ്ഞോ? പിന്നെ പറയാണ്ട്. എന്താ പറഞ്ഞേ? കൊച്ചു കുട്ടികൾ ചെയ്യണ പണിയാണോ ഇതൊക്കെ? ഇനി ഇത്തരം കുറുമ്പ് കാട്ടിയ വന്നിടത്തേക്ക് എന്നെ പറഞ്ഞയക്കും. ഞാനാ വളം വെച്ചു കൊടുക്കണേ. ഓ, ഇനി പറയാനൊന്നും ബാക്കിയില്ല. മുത്തശ്ശൻ അറിയാണ്ട് പടിക്ക് പുറത്തിറങ്ങിക്കൂടെന്നാ കൽപ്പന. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? അമേരിക്കന്ന് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരാമെങ്കിൽ ഈ പുഴയിൽ കൂടെ ഒരു കൊച്ചു ബോട്ട് ഓടിക്കണതാ വലിയ ആനക്കാര്യം. അയ്യേ, മുത്തശ്ശി ഇതുകൊണ്ടൊരു മാലയിട്ട് നമുക്ക് അയ്യപ്പന്റെ പടത്തിന് ചേർത്താം. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. കരീം സാഹിബിനോട് ചതി വേണ്ടില്ലായിരുന്നു. എന്തു പറ്റി? പട്ടിണി കിട്ടി കളഞ്ഞില്ലേ? ആര്? മോള് വോട്ട് എടുത്തോണ്ട് പോയതിന് മേൽക്കോടതിന് ശിക്ഷിച്ചിരിക്കുക. പച്ച വെള്ളം തരരുത് എന്ന്. മൈ ഗോഡ്, ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? പടച്ചോനാണ് സത്യം, വെള്ളം കുടിച്ചിട്ടില്ല. സോറി, ദേവനോട് ഞാൻ പറയാം. മേൽക്കോടതിന് ഉത്തരവില്ലാണ്ടോ? ഞാൻ ഇപ്പൊ വരാം. എന്തു പറഞ്ഞു? അപ്പീല് ബോധിപ്പിക്കാൻ പോയിക്കുന്നു. ശിക്ഷ ഇളവ് കിട്ടുമോ? ഓള് ചുണക്കുട്ടിയാ.
അവള് കേസ് രാജിയാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ. ഓഹോ, താനിപ്പോൾ തന്നെ പ്രതിപക്ഷത്തേക്ക് മാറാൻ കൊടുത്തു അല്ലേ? എന്താണിടോ ഇത്? വയറ്റുപയപ്പിന്റെ പ്രശ്നല്ലേ? ആ, എന്തായി? ഡൺ. തോറ്റോ? ജയിച്ചു. അല്ലാ. ഇത്രയും നേരം അമുക്കി പിടിച്ചിരിക്കായിരുന്നു, ഇപ്പൊ റിലീസായി. വാ, ഞാൻ ചോറ് വളമ്പി തരാം. ദേവു, സാഹിബിന് വിളമ്പി കൊടുക്ക്. കുട്ടി വന്നത് സാഹിബിന്റെ ഭാഗ്യാണ്. അവള് കുസൃതിയാണെങ്കിലും ആളൊരു മലക്ക. എന്ത് മലക്ക്? മാലാക, മാലാക. തനിക്കാരോടോ ചോറ് തന്നത്? രാജകുഞ്ഞ പറഞ്ഞിട്ടാ. പിന്നെ ഞാൻ പറയുന്നത് എന്താ ഒരു വില ഇവിടെ? കോമാളി വേഷം കിട്ടി നടപ്പുണ്ട് ഓരോരുത്തര്. എന്നാ പിന്നെ അവരങ്ങ് ഭരിച്ചോട്ടെ, പാത്തോടൊക്കെ ഇറങ്ങി കൊടുക്കാം. സുഭദ്രേ, ദീപം ദീപം മുത്തശ്ശി അങ്ങോട്ടിരിക്കെ. രണ്ടുപേർക്ക് ഞാൻ വിളമ്പി തരാം. വേണ്ട മോളെ, നീ ഇരിക്കും മുത്തശ്ശി. വേണ്ട മോളെ. ഞാനല്ല പറയണേ. ഇരിക്കും. ഈ പതിവുകളൊക്കെ ഒന്ന് മാറ്റണ്ടേ? ആദ്യം മുത്തച്ഛൻ കഴിക്കുക, പിന്നെ മുത്തശ്ശി കഴിക്കുക, പിന്നെ വേലക്കാര്. ഇതൊക്കെ മാറ്റേണ്ട കാലം എന്നേ കഴിഞ്ഞു. അതെങ്ങനെയാ? ഈ തുരുത്തിന്ന് ആരെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാലല്ലേ? രണ്ടുപേരുടെ ആദ്യത്തെ ഉരുള എനിക്ക്. ആ മുത്തശ്ശ, കൊച്ചു കുട്ടികൾക്ക് വാരി കൊടുക്കുക. മുതിർന്ന പെൺകുട്ടികള് അവരുടെ നിലയ്ക്ക് നിൽക്കണം. ബോട്ടെടുത്ത് പോയപ്പോ മുത്തച്ഛൻ പറഞ്ഞൂന്ന് കേട്ടു, കൊച്ചു കുട്ടികൾ ചെയ്യണ പണിയാണോ ഇതൊക്കെയെന്ന്. ഇപ്പൊ പറയണു ഞാൻ മുതിർന്ന കുട്ടിയാന്ന്. ഇതിലേതാ ശരി? അയ്യേ, മുത്തച്ഛൻ പിണങ്ങി പോവാ. ഞാൻ വെറുതെ കളി പറഞ്ഞതാട്ടോ. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? വെറുതെ ഒരു തമാശ പറഞ്ഞേന്. ഏതായാലും മുത്തശ്ശേരിക്ക്. എനിക്ക് വേണ്ട. എന്നാ എനിക്കും വേണ്ട. ഈ പെണക്കക്കാരെ കൊണ്ട് തോറ്റൂല്ലോ എന്റെ ഈശ്വര. മോളെ, മുത്തശ്ശിയോട് പിണക്ക? എന്റെ മുത്തശ്ശിയോട് ഞാൻ പിണങ്ങോ? മുത്തച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ? എന്തെങ്കിലും കൊച്ചു കാര്യം മതി
മിണ്ടാതെയും അത്താഴം കഴിക്കാതെയും ഇരിക്കാൻ. ഇത്തിരി കഴിയുമ്പോ അതങ്ങ് മാറുകയും ചെയ്യും. ഇതന്നെ ഡാഡിയുടെ സ്വഭാവം. ദാ മോളിത് കുടിക്കേ. മുത്തശ്ശി മുത്തശ്ശി ഇന്ന് എന്റെ കൂടെ കിടക്കുവോ? എന്നെ പാട്ടുപാടി ഉറക്കുവോ? അയ്യോ, മുത്തശ്ശിക്ക് പാടാൻ അറിയില്ല മോളെ. നോണ പറയരുത്. മുത്തച്ഛനും മുത്തശ്ശിയും പാടാറുള്ള പാട്ടൊക്കെ ഡാഡി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഓമന തിങ്കൾ കിടാവോ അറിയാം, എന്റെ മകൻ ഉണ്ണികൃഷ്ണൻ അറിയാം, പിന്നെ ഒരെണ്ണം ഉണ്ട്, അതാ ഡാഡിയുടെ ഫേവറേറ്റ്. ഏതാന്നറിയോ?